അപ്പം നമ്മുടെ കല്യാണത്തിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ റിസപ്ഷൻ്റെയും ഹൽദിയുടെയൊക്കെ വീഡിയോ നമ്മൾ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വീഡിയോ ആണിത്. അപ്പോൾ ഇതിൽ നമ്മുടെ എന്താ പറയുക അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കേട്ട് നോക്കാം. ഈ ഇരുത്തത്ത് പോലെ കണ്ണാട വെക്കാതെ നടക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം കേക്ക് കട്ടിങ്ങിൽ നിന്ന് തുടങ്ങാം. സോ ജിത്തു പ്ലീസ് ഡു ദി ഹോണർ. ആദ്യം കേക്ക് കട്ടിങ് ആവാം. അപ്പം അങ്ങനെ ഹൽദിയുടെ നമ്മുടെ മഞ്ഞൾ തേക്കുന്നത് ചടങ്ങാണ്. ആദ്യം ചടങ്ങ് എന്നൊന്നും പറയില്ല, നമ്മുടെ മഞ്ഞൾ തേക്കുമല്ലോ ഹൽദിക്ക്, അങ്ങനെ അതിന് വേണ്ടി സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ ക്യാമറയിൽ ആദ്യം കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ബിന്ദു ആൻറ്റിയും ഒക്കെ കൂടിയിട്ട് മഞ്ഞൾ തേക്കുന്നുണ്ട് മുഖത്ത്. അപ്പോൾ അവരൊക്കെ അങ്ങനെ സൈഡിൽ കുറച്ച് ആക്കുന്നുള്ളൂ കേട്ടോ ചേട്ടൻ്റെ മുഖത്ത്. ഇനി കുറച്ച് കഴിഞ്ഞാലാണ് നമ്മുടെ ഓരോ ഫാമിലി മെമ്പേഴ്സ് വരുമ്പോൾ നമ്മുടെ ഈ സീനൊക്കെ മാറുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കേക്ക് കട്ട് ചെയ്യലും സ്വീറ്റ്സ് കൊടുക്കലും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ നമ്മളെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ നമ്മുടെ ഒരു ഹെൽത്തിക്ക് കുറേ ഗെയിംസും അതുമാതിരി തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ആൻസർ പറയുകയാണെങ്കിൽ ഡയറി മിൽക്കും അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു അടിപൊളി വൈബായിരുന്നു കേട്ടോ നമ്മുടെ ഈ ഒരു പരിപാടി ഫുള്ളും. അപ്പോൾ അങ്ങനെ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് അവർ എല്ലാവരും കൂടിയിട്ട്. പിന്നെ അതിന് ശേഷം പിന്നെ ഒരു ഫാമിലി മെമ്പേഴ്സായിട്ട് സ്റ്റേജിൽ കയറിയിട്ട് എന്താ പറയുക മഞ്ഞൾ തേക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവരാണ് നമ്മുടെ ഒരു പരിപാടി കളറാക്കിയത് കേട്ടോ. അപ്പോൾ ആ ഒരു അങ്കിളാണ് നമ്മുടെ ഒരു അനൗൺസ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് നമ്മുടെ ആ ഒരു പ്രോഗ്രാം ഒന്ന് വൈബാക്കിക്കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവർ രണ്ടാളും കൂടി ജിത്തേട്ടൻ്റെ മുഖം ഫുള്ളും എന്താ പറയുക മഞ്ഞളിൽ മുക്കിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇത് ബിന്ദു ആൻറ്റിയുടെ ബ്രദറാണ് കേട്ടോ. അപ്പോൾ ആളുടെ ബർത്ത്ഡേ ആയിരുന്നു അന്ന്. അപ്പോൾ അതും കൂടെ നമ്മുടെ ഈ ഒരു പരിപാടിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കേക്ക് കട്ടിങ് ആണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുന്നു അങ്ങനെയൊക്കെ. അപ്പോൾ അതൊന്ന് കാണാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഉണ്ണിക്കുട്ടൻ ഇവിടെ കുട്ടീസൊക്കെ ആയിട്ട് എന്താ പറയുക അങ്ങനെ പരിചയപ്പെട്ട് അടുപ്പൊക്കെ സെറ്റായി അങ്ങനെ നമ്മുടെ ക്രാക്കേഴ്സൊക്കെ ഇതാക്കുകയാണ് കേട്ടോ. എന്താണ് കത്തിക്കുകയാണ്. അങ്ങനെ ഉണ്ണിക്കുട്ടൻ കാര്യം ഇത്ര വലുതായെങ്കിലും അവന് കുട്ടികളിൽ നിന്നും മാറിയിട്ടില്ല. അപ്പം അങ്ങനെ അവനതൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പുറത്ത് പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോൾ അവനവിടെ വന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ ഇതാക്കണ കണ്ടു. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ആശ്മിയും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ കമ്പിത്തിരിയൊക്കെ പൊട്ടിച്ച് കളിക്കുകയായിരുന്നു. അത് കഴിഞ്ഞത് പിറ്റേ ദിവസത്തെ നമ്മുടെ റിസപ്ഷൻ്റെ വീഡിയോ ആണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ അത്യാവശ്യം ടൈം ആയിട്ടുണ്ടായിരുന്നു. കൊടുങ്ങല്ലൂരിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് എത്തുമ്പോൾ തന്നെ. അത് കഴിഞ്ഞ് പിന്നെ ചേച്ചിയും ചേട്ടനൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റെഡിയായി വരുമ്പം ഒരു ടൈമായി. 4 മണി 5 മണി എത്രയും കണ്ട് ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയൊന്നുമില്ല കേട്ടോ. ഏകദേശം ഒരു 5 മണിക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണല്ലോ നമ്മുടെ റിസപ്ഷന് പറ്റിയൊരു കൂളായിട്ടുള്ള ടൈം. അങ്ങനെ കേക്ക് കട്ടിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചേട്ടനും ചേച്ചിക്ക് കൂടിയിട്ട് കേക്ക് കട്ട് ചെയ്യുന്നു. എനിക്ക് ചേച്ചിയുടെ ഗൗണ് നല്ല ഇഷ്ടമായി കേട്ടോ. കാരണം നല്ല എന്താ പറയുക വൈറ്റ് ആയതുകൊണ്ട് സ്റ്റേജിലൊക്കെ ആണെങ്കിലും ചേച്ചിക്കാണെങ്കിലും നല്ലോണം ചേരുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നു. അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരോടും വന്ന് ഫുഡ് കഴിച്ചോളാൻ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഞാൻ ഇച്ചിരി സ്പീഡാക്കിയായിരുന്നു പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് എന്താ വോയിസ് റിവ്യൂ ഉണ്ടെന്ന് അറിയില്ല, അതാണ് കേട്ടോ ഞാൻ ഒന്നും പറയാവുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നു. ഉണ്ണിക്കുട്ടൻ അപ്പി അവിടെ ഇരിക്കുന്നുണ്ട്, ഞാനും അമ്മി ഇപ്പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. ഇതായിരുന്നു ഞങ്ങളുടെ റിസപ്ഷൻ്റെ കോസ്റ്റ്യൂം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ആൻറ്റിമാരുടെ ഒക്കെ ഡാൻസ് ഉണ്ടായിരുന്നു. മാളി ചേച്ചിൻ്റെ പിന്നെ അനഗ്യാൻ്റെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ആൻറ്റിമാരൊക്കെ കൂടിയിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡാൻസിന് നമുക്ക് ഒറിജിനൽ സൗണ്ടോട് കൂടി ഇടണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ കോപ്പിറൈറ്റ് കിട്ടുന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇടാത്തത്. പിന്നെ നമ്മൾ മാരേജിൻ്റെ ടൈമിൽ നമ്മൾ ഷോർട്സായിട്ട് ഈ ഒരു വീഡിയോസൊക്കെ ഇട്ടിരുന്നു കേട്ടോ. ഡാൻസിൻ്റെ വീഡിയോസൊക്കെ ഷോർട്സായിട്ട് ഇട്ടിരുന്നു, നമ്മൾ ഷോർട്സായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക, ഇതിൽ നമ്മുടെ ഡാൻസിൻ്റെ അവസാനം ആകുമ്പോൾ ചേട്ടനും ചേച്ചി കൂടിയിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മുടെ ഈ ഒരു എന്താ പറയുക മാരേജിൻ്റെ വീഡിയോ, ഈ ഒരു കല്യാണ വീഡിയോയുടെ അവസാനിക്കുകയാണ്, നമ്മുടെ ഹൽദി റിസപ്ഷനോട് കൂടിയിട്ട്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ പാർട്ടും നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിയും കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ഇത്തിരി സ്പീഡാക്കിയിട്ടുണ്ട്, കാരണം നമുക്ക് ഇത് പാട്ടില്ലാതെ ഒരു ഇത് രസം ഉണ്ടാകത്തില്ലല്ലോ. അപ്പം അങ്ങനെ അപ്പോൾ ലാസ്റ്റ് സോങ്ങിൽ നമ്മൾ ഓഡിയൻസിനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഡാൻസ് കളിക്കാൻ. അങ്ങനെ കുറച്ച് പേരൊക്കെ കയറിയിട്ടുണ്ട് ഡാൻസ് കളിക്കാൻ. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ചേട്ടനും ചേച്ചിയും എല്ലാവരും കൂടി ഡാൻസ് കളിക്കാൻ കേട്ടോ. ഇത് തകില് പുകില ആ ഒരു പാട്ടാന്ന് തോന്നുന്നുണ്ട്, ആ സോങ്ങാണ്. അപ്പോൾ ആ ഒരു ബ്ലൂ ഷർട്ട് ഇട്ടുള്ള ചേട്ടൻ കയറിയിട്ട് അങ്ങനെ നമ്മുടെ ആ ഒരു സ്റ്റേജ് ഫുള്ളും വൈബാക്കി. അപ്പോൾ ഈ ഒരു വീഡിയോയോട് കൂടി നമ്മുടെ ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്, നേരത്തെ പറഞ്ഞ മാതിരി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ സ്പെഷ്യലായിട്ട് അങ്ങനെ ക്യാപ്ചർ ചെയ്ത് വെച്ചിരുന്നതാണ് ഇതെല്ലാം. അപ്പോൾ ഇതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്താണ്, ഇവിടെ സോങ്ങൊക്കെ ഇടുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ, നല്ല വൈബാണ്. പക്ഷേ നമ്മുടെ യൂട്യൂബിൽ സോങ് ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഇടാത്തത്. അപ്പം അങ്ങനെ വൈബാക്കിയോടുകൂടി നമ്മുടെ പരിപാടി അങ്ങനെ കഴിഞ്ഞു കേട്ടോ. പിന്നെ കുറച്ച് നേരമൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ നമ്മൾ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇതോടുകൂടി അങ്ങനെ നിർത്തുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതൊരിക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.